ആത്മാവിനെ വ്യായാമം ചെയ്യുക. ശാരീരിക വ്യായാമത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ആത്മാവിനെ വ്യായാമം ചെയ്യുക എന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ മനസ്സിനെ വ്യായാമം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം നാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. കാരണം നാം എപ്പോഴും നമ്മുടെ മനസ്സിനെ ഓരോ വിഷയങ്ങൾക്കായി നാം ഉപയോഗിക്കുന്നു. ആത്മാവിനെ കുറിച്ച് വിശ്വാസികൾക്കറിയാം. ആ വിശ്വാസികൾ ആ ആത്മാവിനുള്ളിൽ കർത്താവ് നിവസിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി അറിയുന്നു. അപ്പോൾ അവർ ഈ ആത്മാവിനെ വ്യായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ആത്മാവിനെ വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കാം. ഈ ആത്മാവെന്ന് പറയുന്നത് മനുഷ്യ ആത്മാവാണ്. വീട്ടിൽ ജനിച്ചതായ മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യനെ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തോട് ഉപമിക്കാം. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന് അഥവാ ദൈവത്തിന്റെ മന്ദിരത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ വിശദീകരണം നമുക്ക് കാണാം. അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, 1-ാം മാസം 1-ാം തീയതി നീ സമാഗമന കൂടാരം എന്ന തിരുനിവാസം നിവർക്കണം. സാക്ഷ്യപ്പെട്ടകം അതിൽ വെച്ച് തിരശ്ശീല കൊണ്ട് പെട്ടകം മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ സാധനങ്ങൾ ക്രമത്തിൽ വെക്കണം. നിലവിളക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ദീപം കൊളുത്തണം. ധൂപത്തിനുള്ള പൊൻപീഠം സാക്ഷ്യപ്പെട്ടകത്തിന് മുൻപിൽ വെച്ച് തിരുനിവാസ വാതിലിൻ്റെ മറശ്ശീല തൂക്കണം. സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൻ്റെ വാതിലിന് മുൻപിൽ ഹോമയാഗപീഠം വെക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ തൊട്ടിവെച്ച് അതിൽ വെള്ളമൊഴിക്കണം. ചുറ്റും പ്രാകാരം നിവർത്ത് പ്രാകാരവാതിലിൻ്റെ മറശ്ശീല തൂക്കണം. എബ്രായ ലേഖനം 9-ാം അധ്യായം 3-ാം വാക്യം മുതൽ 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളുണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഒരു കൂടാരം പണിതു. കൂടാരത്തിൽ ആദ്യം വിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിവിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 2 ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നു. ഒന്ന് വിശുദ്ധ സ്ഥലവും രണ്ടാമത് അതിവിശുദ്ധ സ്ഥലവും. എന്നാൽ ഇവിടെ പ്രാകാരം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. പ്രകാരം ദൈവത്തിൻ്റെ ആലയത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. മനുഷ്യനും അതുപോലെ 3 ഭാഗങ്ങളുണ്ട്. ആത്മാവ്, ദേഹി, ദേഹം. 1 തെസ്സലോനിക്കർ 5:23 നാം ഇങ്ങനെ കാണുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ വേദവചനം വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യന് 3 ഭാഗങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായി ആത്മാവ് എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലമായും, ദേഹി എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമായും, ശരീരം എന്ന് പറയുന്നത് അഥവാ ദേഹം എന്ന് പറയുന്നത് പ്രാകാരമായും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിനെ നമുക്ക് 2 കൊരിന്ത്യർ 6:16 ഇങ്ങനെ പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. മനുഷ്യനെ മറ്റു 3 വിഷയങ്ങളുമായി നമുക്ക് താരതമ്യപ്പെടുത്താം. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട മിസ്രൈം, മരുഭൂമി അഥവാ കനാൻ ദേശം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു. യഹോവ അവരെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ടുന്ന രാത്രിയാകുന്നു. ഇത് തന്നെ ഇസ്രായേൽ മക്കളൊക്കെയും തലമുറ തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകം ആചരിക്കേണ്ടുന്ന രാത്രി. ദൈവത്തിൻ്റെ സൈന്യമാകുന്ന ഇസ്രായേൽ ജനം, എല്ലാ ഇസ്രായേൽ മക്കളും തന്നെ മിസ്രൈമിൽ നിന്നും ഒരു പുറപ്പാട് ആരംഭിക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടു. 430 സംവത്സരം അവർ മിസ്രൈമിൽ പാർത്തു. ആ കാലയളവ് കഴിഞ്ഞപ്പോൾ അവർ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു. യോശുവ 5-ാം അധ്യായം 6-ാം വാക്യം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായകൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. അപ്രകാരം മിസ്രൈമിൽ നിന്നും അവർ പുറപ്പെട്ടു വന്നതിന് ശേഷം
അവർ ഈ മരുഭൂമിയിൽ കൂടെ ഏകദേശം 40 വർഷം സഞ്ചരിച്ചു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഭാഗങ്ങൾ കാണാം. മിസ്രയീം, മരുഭൂമി, നല്ല ദേശമാകുന്ന കനാൻ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചതായിട്ട് നമുക്ക് കാണാം. മരുഭൂമിക്ക് സഞ്ചരിച്ചതിന് ശേഷമാണ് അവർ നല്ല ദേശമാകുന്ന കനാനിൽ എത്തിച്ചേർന്നത്. മിസ്രയീമിനെ അവരുടെ ശരീരത്തോട് താരതമ്യം ചെയ്യാം, മരുഭൂമിയെ അവരുടെ ദേഹിയോട് താരതമ്യം ചെയ്യാം, കനാൻ ദേശത്തെ അവരുടെ ആത്മാവിനോട് നമുക്ക് താരതമ്യം ചെയ്യാം. മനുഷ്യന്റെ ആത്മാവിനെ നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തോട്, ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തോട് ഉപമിക്കാം. ദേഹിയെ നമുക്ക് വിശുദ്ധ സ്ഥലമായി താരതമ്യം ചെയ്യാം, ദേഹത്തെ നമുക്ക് പ്രാകാരവുമായി താരതമ്യം ചെയ്യാം. ഇതിൽ കൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. എബ്രായർ 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ അവിടെ അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിൽ ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തെ നമുക്ക് സന്ധിക്കണമെങ്കിൽ, കാണണമെങ്കിൽ നമുക്ക് ഈ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തെ കാണുന്നതിന് വേണ്ടി കടന്നു ചെല്ലേണ്ടതുണ്ടായിരുന്നു. അവിടെ മാത്രമേ ദൈവത്തെ അവർ കാണുവാൻ കഴിയുകയുള്ളായിരുന്നു. പുറപ്പാട് 25:22 അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളിച്ചെയ്യും. എബ്രായർ 9:7 രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. പുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തവുമായി തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും അർപ്പിക്കത്തക്കവണ്ണം രക്തവുമായിട്ടാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കുന്നതിനായി അപ്രകാരം താൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് കർത്താവായ യേശുവിനെ കാണണമെങ്കിൽ, അവനുമായി ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ആത്മാവിലേക്ക് നാം പ്രവേശിക്കണം. 2 തിമോഥെയോസ് 4:22 പറയുന്നു, കർത്താവ് നിങ്ങളുടെ ആത്മാവോടുകൂടി ഇരിക്കുമാറാകട്ടെ. കർത്താവ് ആത്മാവായി വസിക്കുന്നു. ഇതിനായി നാം ആത്മാവിനെ വ്യായാമം ചെയ്യേണ്ടതുണ്ട്. യോഹന്നാൻ 4:24 പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് കർത്താവിനെ ഒരിക്കലും ദേഹിയിലോ നമ്മുടെ മനസ്സിലോ സ്പർശിക്കുവാൻ കഴിയുകയില്ല, അഥവാ ശരീരത്തിൽ അവനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നമുക്ക് ആത്മാവിൽ മാത്രമാണ് കർത്താവിനെ സ്പർശിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം ആത്മാവിലേക്ക് തിരിയുകയും ആത്മാവിനെ നാം സ്പർശിക്കുകയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആത്മാവിലേക്ക് തിരിയാം, അഥവാ ഈ ആത്മാവിനെ സ്പർശിക്കാം എന്നതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്. നമുക്ക് വാസ്തവത്തിൽ ആത്മാവിനെ തിരിയണമെങ്കിൽ ആത്മാവിനെ നാം വ്യായാമം ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ശരീരത്തെയും ശരീരത്തിൻ്റെ പേശികളെയും ഒക്കെയും നമുക്ക് വ്യായാമം ചെയ്യുവാൻ കഴിയും. എന്നാൽ അത് ഈ ലോകത്തിലേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ എങ്ങനെ വ്യായാമം ചെയ്യണം, അതെന്തിനു വ്യായാമം ചെയ്യണം എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. മനസ്സിനെയും നമുക്ക് വ്യായാമം ചെയ്യുവാൻ അറിയാം. 1 തിമോഥെയോസ് 4:8 പ്രകാരം പറയുന്നു, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ശരീരം വ്യായാമം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അത് ഈ ഭൂമിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയം മാത്രമാണ്. അത് ഒരുവാനുള്ള ലോകത്തിലേക്ക് വേണ്ടി നമുക്ക് ഒന്നും കരുതുന്നില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ വ്യായാമം ചെയ്യാൻ അറിയാം. റോമർ 8:6 പറയുന്നു, ആത്മാവിൽ ഊന്നിയ മനസ്സ്, റോമർ 8:6 ഇപ്രകാരം പറയുന്നു, ജഡത്തിൽ ഊന്നിയ മനസ്സ് മരണം, ആത്മാവിൽ ഊന്നിയ മനസ്സ് ജീവനും സമാധാനവുമെന്ന്. ആത്മാവിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് ജീവനും സമാധാനവും നമുക്ക് നൽകുന്നുവെന്ന് പറയുന്നത് പോലെ മനസ്സിൽ ഊന്നിയ മനസ്സ് വാസ്തവത്തിൽ മരണത്തെ കൊണ്ടുവരുന്നു, അതല്ലെങ്കിൽ ജഡചിന്തകളെ കൊണ്ടുവരുന്നു. അത് നമുക്ക് പ്രയോജനപ്പെടുന്നതുമല്ല. നമുക്ക് മനസ്സിനെ വ്യായാമം ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേക പരിശീലനം ആവശ്യമില്ല. പ്രത്യേകിച്ച് അത് വ്യായാമം ചെയ്തുകൊണ്ടേ ഇരിക്കും പല സമയങ്ങളിലും. അത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. അത് സ്വതവേ നീങ്ങുന്നതാണ്, സ്വതവേ ചലിക്കുന്നതാണ്, പൊടുന്നനെ പ്രവർത്തിക്കുന്നതാണ് മനസ്സിന്റെ ചിന്തകൾ എന്ന് പറയുന്നത്. തിമോഥെയോസ് 4:7 പറയുന്നു, ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക.
ദൈവഭക്തിയിലേക്ക് വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് നാം ആത്മാവിനെ വ്യായാമം ചെയ്യുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമുക്ക് ഒരു പുതിയ വിഷയമായിരിക്കാം. വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള വ്യായാമമാണെങ്കിലും ആ വ്യായാമത്തിന് ഒരു അധ്വാനം ആവശ്യമാണ്. ശരീര വ്യായാമം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു അധ്വാനം ആവശ്യമാണ്. നമ്മൾ പ്രത്യേകിച്ചും അവിടെ ഒരു ആയാസം കൊടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ആ ശരീര വ്യായാമം നമ്മൾ ചെയ്തെടുക്കുന്നത്. പ്രകാരം തന്നെ ആത്മാവിനെ വ്യായാമം ചെയ്തതിനായി ഒരു അധ്വാനം അവിടെ ആവശ്യമാണ്, ഒരു പ്രയത്നം അവിടെ ആവശ്യമാണ്. ആത്മാവിനെ വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്വതവേ ഉളവാകുന്ന ഒന്നല്ല, അഥവാ അത് പൊടുന്നനെ ഉളവാകുന്ന ഒന്നല്ല. നമുക്ക് ഒരു അധ്വാനം അതിനാവശ്യമാണ്. അതിനുവേണ്ടി ഒരു ചെയ്യൽ നമുക്ക് ആവശ്യമാണ്. ശരീരത്തെ എങ്ങനെ വ്യായാമം ചെയ്യാമെന്ന് നമുക്കറിയാം. മനസ്സിനെ എങ്ങനെ വ്യായാമം ചെയ്യുവാമെന്ന് നമുക്കറിയാം. അവനെ വ്യായാമം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കറിയുന്നില്ല എങ്കിൽ ആത്മാവിലുള്ള കർത്താവിനെ സ്പർശിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ആത്മാവിനെ വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാവിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ള ഒരു വിഷയമാണ് ആത്മാവിലേക്ക് തിരിയുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം. തിമോത്തിയോസ് 2:22 ഇപ്രകാരം പറയുന്നു: യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ശുദ്ധഹൃദയത്തോടെ വിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടെന്ന് നാം അറിയണം. അതുകൊണ്ട് നമുക്ക് അവരോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം നാം ഉത്സുകരാകണം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ അപ്രകാരം വിളിക്കുന്നവരോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കുന്നു. കർത്താവായ യേശുവേ എന്ന് നാം വിളിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിലായിത്തീരുന്നു. അത് പിതാവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കർത്താവായ യേശുവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ പിതാവ് എന്നോട് കോപിക്കുമോ എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പരിശുദ്ധാത്മാവ് എന്നോട് കോപിച്ചേക്കാം. ഇല്ല, പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശുവേ എന്ന് നാം വിളിക്കുക. പ്രകാരം നാം കർത്താവിന്റെ നാമത്തെ വിളിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 12:3 ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. നാം കർത്താവായ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിലായി തീരുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ മാത്രമാണ് നമുക്ക് കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുവാൻ കഴിയുന്നത്. ഫിലിപ്പി ലേഖനം 2:11 ഇങ്ങനെ പറയുന്നു: എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുമ്പോൾ പിതാവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് അപ്രകാരം വിളിക്കുന്നതെന്ന് നാം ഓർക്കണം. പിതാവ് സന്തോഷിക്കുന്നു, അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നു. കർത്താവായ യേശുവേ എന്ന് നാം വിളിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മുടെ ആത്മാവിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. റോമർ 10:11, 12, 13 ഇങ്ങനെ പറയുന്നു: അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. മാത്രമല്ല, നാം നമ്മുടെ മനസ്സിൽ നിന്നും വിടുവിക്കപ്പെട്ട് ആത്മാവിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം: നമ്മുടെ മനസ്സ് നമ്മറിയാതെ തന്നെ പ്രവർത്തന നിരതമാണ്. നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടുവാനോ നിയന്ത്രിക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് ആത്മാവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു കെട്ടേണ്ടതുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എന്ന വ്യക്തിയുള്ള നിലയ്ക്ക് ഞാൻ ഇംഗ്ലീഷിൽ സംസാരം നിർത്തിയാൽ മാത്രമേ എനിക്ക് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. അപ്രകാരം നമ്മൾ കർത്താവായ യേശുവിൻ്റെ നാമത്തെ കർത്താവായ യേശുവേ എന്ന് നാം വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ മനസ്സിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും നമ്മൾ ആത്മാവിലേക്ക് പതുക്കെ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്രകാരം നാം നമ്മുടെ ആത്മാവിനെ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീണ്ടും ജനിച്ച ആത്മാവിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയും അത് സാധ്യമായി തീരുകയും ചെയ്യുന്നു. അതിനാൽ ആത്മാവിലേക്ക് പ്രവേശിക്കുക അഥവാ ആത്മാവിലേക്ക് തിരിയുക
എന്ന് അർത്ഥമാക്കുന്നത് ഏറ്റവും ലളിതമായ മാർഗം കർത്താവായ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുക എന്നതാണ്. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ. ആദ്യകാലങ്ങളിൽ ആത്മാവിനെ വ്യായാമം ചെയ്യേണ്ടതിനു വേണ്ടി നമുക്ക് കർത്താവായ യേശുവിൻ്റെ നാമം ഉറക്കെ വിളിക്കേണ്ടി വന്നേക്കാം. ക്രമേണ നമ്മളത് പരിശീലിച്ചു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ആത്മാവിലേക്ക് തിരിയുന്നതിന് അവൻ്റെ നാമം ശാന്തമായി വിളിച്ചുകൊണ്ട് തിരിയുവാനും തക്കവണ്ണമുള്ള ഒരു അഭ്യാസം നമുക്ക് ലഭിക്കും.